മീറ്റർ ഫാബ്രിക്സ് ആണ് ഈ കുർത്ത തുന്നാനും ബ്ലൗസ് തുന്നാനൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമല്ലേ എന്നാ പറഞ്ഞുതരാം. കുർത്ത, അതായത് സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്ത ഒരു മീഡിയം ടു ലാർജ് സൈസിനൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ മേടിക്കേണ്ട മീറ്റർ ഫാബ്രിക്സ് എന്ന് പറയുന്നത് 2 to 2.5 ആണ്. ഇനി അത് എ ലൈൻ ആയിട്ട് വരികയാണ്, അതായത് സൈഡിൽ സ്ലിറ്റ് ഇല്ലാതെ ജോയിൻ ചെയ്ത് വരുന്ന ഒരു പാറ്റേണിനെയാണ് എ ലൈൻ എന്ന് പറയുന്നത്. എ ലൈൻ കുർത്ത ചെയ്യുമ്പോൾ എഗെയിൻ മീഡിയം ടു ലാർജ് സൈസ് വരുമ്പോഴത്തേക്കും ടേക്ക് 3 to 3.5 മീറ്റേഴ്സ്. ഇനി ഒട്ടും ഫ്ലെയർ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ എഗെയിൻ യു ക്യാൻ കം ബാക്ക് ടു 2.75 അല്ലെങ്കിൽ 2.5 ഫോർ എൻ എ ലൈൻ. ഒരു 3 പാനൽ ഫ്രണ്ടിലും ബാക്കിലും, അതായത് ടോട്ടൽ 6 പാനൽസ് യോക്കുള്ള 3/4 സ്ലീവ് വരുന്ന ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 മീറ്റർ ഫാബ്രിക് യൂസ് ചെയ്യാം. അതൊരു 6 പാനൽസ് ആയിട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് ഫ്രണ്ടിൽ 6 ബാക്കിൽ 6 12 പാനൽസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 4.5 to 5 മീറ്റേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഫാബ്രിക്സ് കൂടുന്തോറും നമുക്ക് പാനൽസിന്റെ നമ്പേഴ്സും കൂട്ടാം, പാനൽസിന്റെ വീതിയും അതിനനുസരിച്ച് കൂട്ടിക്കൊണ്ടുപോകാം. ഇനി ഒരു നോർമൽ ദുപ്പട്ടയ്ക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദുപ്പട്ടയ്ക്ക് എത്ര മീറ്റേഴ്സ് ഫാബ്രിക് ആണ്? യൂഷ്വലി 2.25 ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കണക്ക്. പക്ഷെ നിങ്ങൾക്ക് ഡ്രേപ്പിംഗ് കുറച്ചും കൂടെ യൂഷ്വലി വൺ സൈഡ് ഡ്രേപ്പ് ചെയ്യാതെ ബാക്ക് നിന്നൊക്കെ ഡ്രേപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2.75 എടുക്കുക. ഇനി ഇതെല്ലാം ഡയബിൾ ഫാബ്രിക്സിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു 0.25 മീറ്റേഴ്സ് എടുക്കാൻ നോക്കുക, ബിക്കോസ് ഡൈയിൽ എപ്പോഴും ഷ്രിങ്കേജ് ഉണ്ടാവും.